ഡോക്ടർ രോഹിണി മാം ആണ്. വെൽക്കം മാം. താങ്ക് യു മാം. നമ്മൾ എപ്പോഴാണ് ഒരു ഗൈനക്കിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യേണ്ടത്? നമുക്ക് PCOD PCOS പ്രഗ്നൻസി സമയത്തല്ല, അല്ലാണ്ട് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾ ചെക്കപ്പിന് വേണ്ടി ഏത് പ്രായം മുതലാണ് നമ്മൾ ഫസ്റ്റ് കൺസൾട്ട് ചെയ്യാൻ തുടങ്ങേണ്ടത്? സോ ഒരു ഗൈനക്കോളജിസ്റ്റ് ഡീൽ ചെയ്യുന്നത് നോർമലി രണ്ട് കാര്യങ്ങൾ. ഒന്ന് പ്രഗ്നൻസി ആൻഡ് റിലേറ്റഡ് തിങ്സും, പിന്നെ ഒന്ന് ഗൈനക്കോളജി. പ്രഗ്നൻസി അല്ലാണ്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ കോൺട്രസെപ്ഷൻ, ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് എന്ത് അഡ്വൈസ് വേണമെങ്കിലും, ബിക്കോസ് നിങ്ങൾ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ ഇഷ്ടംപോലെ ഇൻഫർമേഷൻ കിട്ടും. ബട്ട് അതിൽ നിന്ന് വാട്ട് ഇസ് റൈറ്റ്, വാട്ട് ഇസ് റോങ് എന്ന് നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ വേണം. അതിനുവേണ്ടി നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം. പിന്നെ എപ്പോഴും ഒരു അഡോളസെൻ്റ് ലൈഫിലായാലും ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലായാലും പോസ്റ്റ് മെനോപോസൽ ആണെങ്കിലും എന്ത് ഇഷ്യൂസ് വന്നാലും, ലൈക്ക് എക്സസീവ് ബ്ലീഡിങ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര അബ്ഡോമിനൽ പെയിൻ ആണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫൗൾ സ്മെല്ലിങ് ഡിസ്ചാർജ് താഴെ കൂടെ വരുന്നു, യൂട്രസ് താഴോട്ട് ഇറങ്ങി വരികയാണോ, എന്തോ താഴെ കൂടെ വരുന്നു എന്ന് സംശയം, അങ്ങനെ എന്തുണ്ടെങ്കിലും, യൂറിൻ അറിയാതെ പോകുന്നു, എന്തുണ്ടെങ്കിലും ഇപ്പോൾ ഒരു അസുഖം ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ഒരു സ്ട്രെസ് റിലീഫും കൂടെയാണ്. അതുമാത്രമല്ല, ഒരു 35 to 65 ഇയേഴ്സിനിടയിലുള്ള എല്ലാ ലേഡീസും എവറി 3 years ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് പാപ് സ്മിയറും എടുക്കേണ്ടതാണ്.